മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ മദനീസ് കർണാടക സ്റ്റേറ്റ് അതിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനം ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട മുറ തങ്ങളവറുകൾ, അതേപോലെ സ്റ്റേജിലും ഈ സദസ്സിലും ഒരുമിച്ച് കൂടിയ മദനി പണ്ഡിതന്മാർ, അതേപോലെ ഈ ഒരു ചെറിയ പരിപാടിക്ക് വന്ന് നമ്മോടൊപ്പം ചേർന്ന നമ്മുടെ സഹോദരന്മാർ, നേരത്തെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. മദനിമാരെല്ലാവരും ഒരുമിച്ച് കൂടി കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖുദ്ദസുല്ലാഹു തആല സിറഹുൽ അസീസിൻ്റെ കാലത്തിന് ശേഷം സുന്നത്ത് ജമാഅത്തിൻ്റെയും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെയും സുന്നി സംഘകുടുംബത്തിൻ്റെയും എല്ലാമായിരുന്ന, നമ്മോടൊപ്പം എല്ലാ കാര്യത്തിനും സഹകരിച്ച് കൂട്ടുനിന്ന ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് ഫസൽ കോയമത്തങ്ങൾ ഖുദ്ദസുല്ലാഹു തആല സിറഹുൽ അസീസ്, അവരുടെ ഒരു അനുസ്മരണയിലാണ് നാം ഉള്ളത്. ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖുദ്ദസുല്ലാഹു തആല സിറഹുൽ അസീസ് അവരുടെ ഓമനപുത്രനായ ഖുർറത്തു സാദാത്ത് തങ്ങളവറുകൾ നമുക്ക് ഈ അനുസ്മരണം കൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത് നാം മനസ്സിലാക്കണം. വെറും അനുസ്മരണ നടത്തി ഇവിടുന്ന് നാം ഖത്മുൽ ഖുർആനും തഹ്ലീലും ചൊല്ലി പിരിഞ്ഞാൽ പോരാ. മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്ന ആ ആദർശം, ആ പാത നാം പിൻപറ്റണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. അവിടുന്ന് ബിരുദം വാങ്ങി പോകുമ്പോൾ എല്ലാ മദനിമാരെ ഇരുത്തിയും കൊണ്ട് അവർ ഉപദേശം പറഞ്ഞത് ഇന്നും എൻ്റെ ചെവിടിൽ ഞാൻ കേട്ടതുപോലെയാണ് എല്ലാ സമയത്തും ഓർക്കുന്നത്. അങ്ങനെ ആ ബാച്ചിൽ 1990 ആ ബാച്ചിലുള്ള മുഴുവനും മദനി പണ്ഡിതന്മാരെ ഇരുത്തിയും കൊണ്ടു ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുന്ന് പറയുകയാണ്, മക്കളെ, നിങ്ങൾ പഠിച്ചതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഏത് മഹല്ലിലാണെങ്കിലും ഏത് സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് എനിക്ക് വേണ്ടത്. അതല്ലാത്ത പക്ഷം നിങ്ങൾ എന്നെ വന്ന് കാണുകയോ അതൊന്നും പ്രശ്നമല്ല, എന്നെ കാണണമെന്നില്ല. നിങ്ങൾ എല്ലാ സ്ഥലത്ത് വെച്ച് എന്താക്കണം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതേപോലെ തന്നെ അവിടുത്തെ ഓമനപുത്രനായ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് തങ്ങളവറുകൾ അവിടുത്തെ ആ താജുൽ ഉലമയുടെ അതേ ആദർശത്തിൽ സുന്നത്ത് ജമാഅത്തിനോട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിലക്ക് ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം അതിനൊരു കോട്ടവും മാറ്റവുമില്ലാതെ നിലക്ക് പ്രവർത്തിച്ച് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് നാം എന്താണ് വേണ്ടത്? മഹാനവരുടെ ദരജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്തിൽ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് തങ്ങൾ, അതുപോലെ തന്നെ താജുൽ ഉലമ,
അതുപോലെ നമുക്ക് അറിവ് പഠിപ്പിച്ച പണ്ഡിതന്മാർ മാതാപിതാക്കളോടൊപ്പം അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് അവറുകൾ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന പതിവായിരുന്നു. അങ്ങനെ നോമ്പിലും എല്ലാ സമയത്തും. അത് നാം പറഞ്ഞാൽ പോരാ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരു 3 പേജെങ്കിലും അല്ലെങ്കിൽ ഒരു ജുസെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കോ നമ്മുടെ പണ്ഡിതന്മാർ താജുൽ ഉലമ, അതുപോലെ തന്നെ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ബേക്കല ഉസ്താദ് അവറുകൾ, അതേപോലെ തന്നെ നൂറുൽ ഉലമ, അതേപോലെ തന്നെ നമുക്ക് അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുദ്ദുസുല്ലാഹു തആല സിറഹുൽ അസീസ്, ഇങ്ങനെയുള്ള മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ അവർ കാണിച്ചു തന്ന പാതയിലൂടെ നാം മുമ്പോട്ട് പോയാൽ ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആ സേവനം, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം നാം പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് അവരോടൊപ്പം നമുക്ക് വിജയികളുടെ കൂട്ടത്തിൽ കൂടിയും കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യന്മാരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകൾ മദനി പണ്ഡിതന്മാർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.